നമസ്കാരം. റാഫ്റ്റോക്ക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം. പ്രീമിയർ ലീഗ് വിട്ട് ലാലിഗയിലേക്ക് ചേക്കേറിയ ബ്രസീലിയൻ സൂപ്പർ താരം ആന്റണി കഴിഞ്ഞ മത്സരത്തിൽ തകർപ്പൻ പ്രകടനം നടത്തി പ്ലെയർ ഓഫ് ദി മാച്ച് ആവുന്ന നമ്മൾ കണ്ടു. ഇപ്പോൾ രണ്ടാം മത്സരത്തിൽ അദ്ദേഹം ലാലിഗയിൽ തൻ്റെ ആദ്യ ഗോൾ തന്നെ കണ്ടെത്തിയിരിക്കുകയാണ്. അദ്ദേഹം റയൽ ബെറ്റീസ് വേഴ്സസ് സെൽറ്റ വിഗോ മത്സരത്തിൽ ആദ്യ ഗോൾ റയൽ ബെറ്റീസിനായിട്ട് നേടുകയുണ്ടായി. ഇപ്പോൾ ഈ ഒരു മത്സരത്തിൽ അദ്ദേഹത്തിൻ്റെ പ്രകടനത്തിൻ്റെ കണക്കുകൾ നമ്മളൊന്ന് നോക്കുകയാണ്. ലാലിഗയിലെ തൻ്റെ ആദ്യ ഗോൾ അദ്ദേഹം കണ്ടെത്തി എന്ന് മാത്രമല്ല, 2 ഷോട്ടുകൾ ഉണ്ടായിരുന്നു, 2 ഓൺ ടാർഗറ്റ് ആയിരുന്നു. ഒരു ക്രോസ് അത് അദ്ദേഹം കൃത്യമായിട്ട് ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു. 7 ഡ്യുവൽസിൽ 4 എണ്ണം വിൻ ചെയ്തു. 2 തവണ എതിരാളികളിൽ നിന്ന് പന്ത് റാഞ്ചിയെടുത്തു. ഒരു തവണ അദ്ദേഹം ഫൗൾ സഫർ ചെയ്തു. 7 അദ്ദേഹത്തിന് sofascore.com നൽകിയ റേറ്റിംഗ്. ചുരുക്കത്തിൽ മോശമല്ലാത്തൊരു പ്രകടനം തന്നെ ഈ കളിയിൽ അദ്ദേഹം പുറത്തെടുത്തിട്ടുണ്ട്. കളിയുടെ 10ാമത്തെ മിനിറ്റിലായിരുന്നു ആന്റണിയുടെ ഗോൾ. തുടർന്ന് 22ാമത്തെ മിനിറ്റിൽ ലൊറൻ്റെയുടെ ഗോൾ കൂടി വന്നപ്പോൾ 2-0 ലീഡ് എടുത്തതാണ് റയൽ ബെറ്റീസ്. പക്ഷേ കളിയുടെ 63ാമത്തെ മിനിറ്റിൽ ബെൽട്രാനിലൂടെ ആദ്യ ഗോൾ മടക്കിയടിച്ച സെൽറ്റ വിഗോ റോഡ്രിഗസിലൂടെ 65ാമത്തെ മിനിറ്റിൽ ഒപ്പം പിടിച്ചു. ഒടുവിൽ 87ാമത്തെ മിനിറ്റിൽ സെഡ്ബർഗ് ഗോളടിച്ചപ്പോൾ സെൽറ്റ വിഗോ വിജയിച്ച് കയറി. എന്നാൽ ആന്റണിയെ സംബന്ധിച്ചിടത്തോളം ലാലിഗയിലെ തൻ്റെ ആദ്യ ഗോൾ നേടി എന്നുള്ളതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യം തന്നെയാണ്. ഇവിടെ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റോക്സ് കൊണ്ടുവെത്താം.